Vishnu Tech Video Cafe YouTube channel. Swagatham. This is Vishnu. In this video, I am going to unboxing. We will unbox Realme 5. Realme 5 series launch. Realme 5 series two smartphones Realme Realme 5 and Realme 5 Pro. We will unbox Realme 5. Realme is Oppo sub-brand Realme. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്മാർട്ട്ഫോൺ വിപണിയിൽ അവതരിപ്പിക്കുന്ന മുന്നിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് റിയൽമി എന്ന് പറയുന്ന ഒറ്റവാക്കി പറഞ്ഞ റെഡ്മി സ്മാർട്ട്ഫോണുകളുടെ ഒരു എതിരാളി എന്ന് വേണം നമുക്ക് റിയൽമി സ്മാർട്ട്ഫോണിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാൻ ഇന്ന് പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബോക്സ് പാക്ക് റിയൽമി 5. നമുക്ക് ബോക്സിനകത്ത് ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കും റിയൽമി 5 പിക്ചർ, അതുപോലെ തന്നെ റിയൽമി ബ്രാൻഡിങ്ങും, പിന്നെ മെയിൻ ഫീച്ചറായ 5000 mAh ബാറ്ററിയും, അതുപോലെ തന്നെ ക്വാഡ് ക്യാമറയും ഫ്രണ്ടിൽ തന്നെ റിയൽമി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ വരികയാണെങ്കിലും നമുക്ക് റിയൽമി 5 എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വേരിയൻസ് ഒക്കെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഈ ബോക്സിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ബോക്സ് പാക്കാണ്. അവിടെ നമുക്ക് ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ റിയൽമി ബ്രാൻഡിങ്ങും കാണാൻ സാധിക്കും. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഗ്യാരണ്ടി വാറണ്ടി ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊക്കെയാണ്. അപ്പം പേപ്പർ വർക്കറെല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഒരു TPU കേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വേറൊരു കേസ് വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയുടെ TPU കേസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് റിയൽമി 5 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ റിയൽമി 5. എൻ്റെ ഇരിക്കുന്ന ബ്ലൂ കളറാണ്. ഓക്കെ, മറ്റ് റിയൽമി സ്മാർട്ട് ഫോണിൽ കണ്ടുവരുന്ന ഡയമണ്ട് കട്ട് ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമി നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ബൂട്ട് ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. ഈ ഒരു ചാർജർ എന്ന് പറയുന്നത് 5 വോൾട്ട് 2 ആംപിയറിൻ്റെ, അതായത് നോർമൽ 10 വോൾട്ടിൻ്റെ നോർമൽ ചാർജറാണ്. അതുപോലെ തന്നെ നമുക്കൊരു USB കേബിൾ, ഇത് USB ടൈപ്സ് അല്ല, നോർമൽ USB കേബിളാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ ലഭിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു സിം എജക്റ്റിംഗ് ടൂളും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ട് വരാം. നമ്മുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇവിടെ ബൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കാം. ഡിസ്പ്ലേയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 6.53 ഇഞ്ചിൻ്റെ HD+ റെസൊല്യൂഷൻ നൽകുന്ന വാട്ടർ ഡോം നോഞ്ച് ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ റിയൽമി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് റിയൽമി ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് പറയാൻ സാധിക്കുന്നതാണ്. ഇനി ഡിസൈനിലോട്ട് വരികയാണെങ്കിൽ സാധാ റിയൽമി സ്മാർട്ട് ഫോണിൽ കണ്ടുവരുന്ന ഡയമണ്ട് കട്ട് ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റിയൽമി നൽകിയിരിക്കുന്നത്. എൻ്റെ ഇരിക്കുന്ന ബ്ലൂ കളറാണ്. ഇത് പർപ്പിൾ കളറിൽ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ കീ നൽകിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വോളിയം ബട്ടൺ റോക്കേഴ്സും അതുപോലെ തന്നെ സിം എജക്ടർ റേയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുകൾ വശത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ റിയൽമി നൽകിയിരിക്കില്ല. താഴെ വശത്തോട്ട് വരികയാണെങ്കിൽ 3.5mm ഓഡിയോ ജാക്കും, അതുപോലെ ഒരു മൈക്ക് യൂണിറ്റും, അതുപോലെ തന്നെ ഒരു സാധാ USB പോർട്ടും, പിന്നെ ഒരു സ്പീക്കർ യൂണിറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ റിയൽമി താഴെ വശത്താണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ആൻഡ് ഒരു ഡിസൈൻ വൈസ് നോക്കുക. അപ്പം നല്ലൊരു ഡിസ്പ്ലേ ആയ ഡിസൈൻ വൈസ് ആണ് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഫീച്ചറായ ക്യാമറയെക്കുറിച്ച് വരാം. ക്യാമറ വരികയാണെങ്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പുറകിൽ നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും പിന്നെ റിയൽമി ബ്രാൻഡൊക്കെ കാണാൻ സാധിക്കും. അപ്പം ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 12 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസ്, ഇങ്ങനെ 4 ക്യാമറകളിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ റിയർ ക്യാമറ വരുന്നത്. പിന്നെ ഒരു ഫ്ലാഷും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ക്യാമറയിലോട്ട് വരികയാണ്. സെൽഫി ക്യാമറ വരുന്നത് 13 മെഗാപിക്സലിലാണ് സെൽഫി ക്യാമറ വരുന്നത്. അത് നല്ലൊരു സെൻസറോടുകൂടിയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ക്യാമറ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് നോക്കാം. ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ നൈറ്റ് സ്കേപ്പ്, പനോരമ മോഡ്, എക്സ്പെർട്ട്, ടൈം ലാപ്സ്, സ്ലോ മോഷൻസ്, പിന്നെ അൾട്രാ മാക്രോ മോഡ് തുടങ്ങിയവയെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അൾട്രാ മാക്രോ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ അടുപ്പിച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് അൾട്രാ മാക്രോ മോഡ് എന്ന് പറയുന്നത്. ഇനിയൊക്കെ ഈ സ്മാർട്ട് ഫോണിൻ്റെ വൈഡ് ആംഗിൾ നോക്കാം. 8 മെഗാപിക്സലാണ് വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത്. എന്നാൽ പോലും വളരെ മികച്ച ഒരു ഇമേജ് ക്വാളിറ്റി
ക്വാളിറ്റി നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ക്യാമറ വൈസ് നോക്കണം, നല്ലൊരു ക്യാമറ തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റ് സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റ് സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 665 എന്ന് പറയുന്ന മികച്ച ഒരു പ്രൊസസ്സറാണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 വേരിയന്റുകളിൽ അവൈലബിൾ ആണ്. 3GB റാം, 32GB റാം, 4GB റാം, 64GB റാം, 4GB റാം, 128GB റാം. എൻ്റെ ഇരിക്കുന്നത് 4GB റാം 128GB റോമിൻ്റെയാണ്. അപ്പം അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് കളറോയ്സ് 6, ഓക്കെ, ഓപ്പോയുടെയാണ് കളറോയ്സ് വരുന്നത്. ഓപ്പോയുടെ സെയിം കളറോയ്സ് ആയ കളറോയ്സ് 6 ആണ് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഓയിസ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി 5 എന്ന് പറയുന്നത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽ റിവ്യൂ അതുപോലെ തന്നെ ക്യാമറ റിവ്യൂ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആരും കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ടെക്നോളജി റിലേറ്റഡ് ഉള്ള വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, വിഷ്ണു.